ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചുമ്മാ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അവിടെ ബീച്ചിൽ കൂടെ രാവിലെ ഒന്ന് നടക്കാമെന്ന് വെച്ച്. ഞാൻ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് ടോണി. എൻ്റെ ചാനലിൻ്റെ പേര് ഫ്യൂജി ആർട്സ് എന്നാണ്. അതിനുവേണ്ടിയുള്ള ഒരു കളർ പ്രസൻറ്റേഷനിലാണ് ഞാനിപ്പം. എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് കളറാക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഡിജിറ്റൽ വർക്കുകളാണ്. ഡിജിറ്റൽ വർക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡ്രോയിങ്, അതായത് നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ, കോറൽ പെയിൻറ്റിൽ അങ്ങനെ ഡീറ്റെയിൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഡിജിറ്റൽ ഡ്രോയിങ്, കാരിക്കേച്ചറുകൾ, എന്താ പറയുന്നത്, വെക്ടർ വർക്കുകൾ, ഇങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിരിക്കും ഇതുപോലുള്ള ചാനലുകൾ. യൂട്യൂബ് ചാനൽസ് വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള ചാനൽസൊക്കെ. ഞാൻ ഒരുപാട് ഇങ്ങനെ നോക്കിയായിരുന്നു. പക്ഷേ നമ്മുടെ വിദേശത്തും ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് ചാനൽസ് ഉണ്ട്. പക്ഷേ മലയാളത്തിന് അങ്ങനെയായിട്ട് ഒരു ചാനൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 5 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈ ഡിജിറ്റൽ മേഖലയിൽ. ഇത്ര നാളെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പ്യൂട്ടർ മൗസിലാണ് ഞാൻ ഇതെല്ലാം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പല ഡിജിറ്റൽ ഡ്രോ സംഭവങ്ങൾ, പല ആർട്ട് വർക്കുകളും. അങ്ങനെയാണ് കുറച്ച് നാളെല്ലാം കഴിഞ്ഞാണ് പിന്നെ ഒരു ഐപാഡ് വെക്കുന്നത്. ഒരു ഇൻഡ്യൂസിൻ്റെ വാക്കോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാഫിക് ടാബ്ലറ്റ് ഉണ്ട്. അതിലാണ് ഞാൻ വരച്ച് പിന്നെ അങ്ങ് ഇതാകുന്നത്. ഇപ്പോൾ കുറച്ച് നാളായേ ഉള്ളൂ അതൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10-600ഓളം ഡിജിറ്റൽ ആർട്ട് വർക്കുകൾ മൗസേ മാത്രം ഈ 5 വർഷത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു. ആദ്യം കുറേ തെറ്റുകളൊക്കെ വന്നായിരുന്നു. പിന്നീട് ആദ്യം എല്ലാം കരകയറി ഇത്ര എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യമൊക്കെ ആയി. ഇപ്പോൾ ഒരുമാതിരിയൊക്കെ എനിക്ക് ഡിജിറ്റൽ ആർട്ട് മേഖലയെ പറ്റിയും കൂടുതലായിട്ടും നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എനിക്കിപ്പോൾ ഓൾറെഡി ഒരു ജോബുണ്ട്. എനിക്ക് സാധാരണ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ഉച്ചക്കത്തെ സമയമാണ്. അപ്പോൾ എനിക്ക് രാവിലെ മൊത്തം ഞാൻ ഫ്രീ ആയിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ ആ ഫ്രീ ടൈമിലാണ് ഞാനിങ്ങനെ ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനായിട്ട് ഇങ്ങനെ ഒരു പ്ലാനുണ്ട്. അങ്ങനെ മനസ്സിൽ പണ്ടോട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് പ്രാവർത്തികമാക്കാൻ എനിക്കിപ്പോൾ തോന്നിയത്. ഒരുപാട് ഞാൻ ചെയ്ത ആർട്ട് ഡ്രോയിങ്സുകളുണ്ട്. അതായത് കമ്പ്യൂട്ടറിൽ, നമ്മുടെ ഫോട്ടോഷോപ്പിൽ, ഇല്ലുസ്ട്രേറ്ററിലും, നമ്മുടെ കോറൽ പെയിൻറ്റിലൊക്കെ ഒരുപാട് ചെയ്ത കാരിക്കേച്ചർ വർക്കുകൾ. അത് നിങ്ങളെ കൂടുതലായിട്ടും സാധനം പഠിപ്പിച്ചെടുക്കുക. അതായത് ഈ ആർട്ടിനോട് താല്പര്യമുള്ളവരും കൂടുതലായിട്ട് ഇനി ഭാവിയിലായാലും കൂടുതൽ VFX മേഖലയിലും ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിലും, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡിജിറ്റൽ ഡ്രോയിങ് എന്ന് പറയത്തില്ലേ, മാനിപ്പുലേഷൻ ആർട്ട് എന്നൊക്കെ പറയത്തില്ല. മാനിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം സ്കെച്ച് എടുക്കും, അത് ഡ്രോ ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, വലിയ ഐപാഡ്സിലൊക്കെ, വാക്കും ടാബ്ലറ്റ്സിലൊക്കെ. അതുപോലൊക്കെ ഉള്ള ഒരു സംഭവം മലയാളത്തിൽ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ചാനൽസൊക്കെ. അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ അത് നിങ്ങളിലേക്കും ഒന്ന് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെന്താ പറയുക, ഇതെൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഒന്ന് കളറാക്കാമെന്ന് വെച്ച്. അതുകൊണ്ട് രാവിലെ അങ്ങ് ഞാൻ പുറപ്പെട്ടു. എനിക്കിനി ഉച്ചയാകുമ്പോൾ ഡ്യൂട്ടി കയറണം. ആകെയുള്ള ഇച്ചിരി ഫ്രീ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു, എൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഗെറ്റപ്പിലൊക്കെ വന്ന് കളറാക്കാമെന്ന് വെച്ചു. ആരും ഒന്ന് തെറ്റിയൊരു കയറി കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, ഇപ്പം എൻ്റെ വർക്കുകളെല്ലാം ഞാൻ ആദ്യം ഒരു പല 4-5 വീഡിയോസായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഞാൻ ചെയ്ത വർക്കുകൾ അത് ആദ്യം സംഭവമെല്ലാം നമ്മൾ പറിച്ചിട്ട് മാത്രമല്ലല്ലോ, എന്തെങ്കിലും ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഞാനിങ്ങനെ വളവളാന്നിങ്ങനെ കുറേ ഡയലിറ്റ് ചെയ്ത കാര്യമൊന്നും ഇല്ലല്ലോ. അത് സാധനം കണ്ടു കഴിഞ്ഞാലല്ലേ ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൂടുതലായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ. അത് കണ്ടതിന് ശേഷം ഞാൻ മലയാളത്തിലായിരിക്കും കൂടുതൽ ഈ കാര്യങ്ങളെല്ലാം. നമ്മൾ മലയാളം ചാനലാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് മലയാളത്തിൽ കൂടുതലായിട്ട് ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഓരോരോ മെത്തേഡ്സ്. പലർക്കും പല ബുദ്ധിമുട്ടായിരിക്കും. പലർക്കും ഇതുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കും പല ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അതായത് അവരുടെ ശൈലി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങളെ
കുറച്ചൊക്കെ ഒന്ന് അറിയിക്കുക. അതായത് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അത് നിങ്ങളെ പറഞ്ഞത് മനസ്സിലാക്കുക. എല്ലാവരും ഈ മേഖലയിലേക്ക് വരണം. അതായത് പണ്ടൊക്കെ അല്ലേ ഈ പേപ്പറിലും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഇപ്പം കാലം പുരോഗമിച്ചില്ല. അപ്പോൾ നമ്മളും ആ രീതിക്കൊന്ന് മാറി ചിന്തിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിജിറ്റൽ ഡ്രോയിങ്ങിലേക്ക് കടന്നത്. നമ്മൾ പേപ്പറിലും വരയ്ക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ശരിക്കും ഹാൻഡ് മെയ്ഡായിട്ട് വരയ്ക്കുന്നതിന് അത്ര ഡിജിറ്റൽ പെയിൻറ്റിങ്ങിന് അത്ര ഇതുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് കൂടുതൽ അഡ്വാൻസ് അല്ലേ. ഇന്ന് ലോഗോസ് ക്രിയേറ്റ് ചെയ്യണം, മാനിപ്പുലേഷൻസ്, പല ഫിലിമിന് വേണ്ടി ഒരുപാട് ആർട്ട് വർക്ക് നമ്മൾ ഇൻസ്റ്റയിലെ കാണത്തില്ല. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മൊബൈലിൽ ചെയ്തെടുക്കാവുന്ന. പക്ഷെ അതിനൊക്കെ ഒരു ഇത് കിട്ടത്തില്ല, ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ, ഒരു ഫിനിഷിങ് ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച കാര്യം കറക്റ്റ് നമ്മൾ എത്ര മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനപ്പുറത്തൊന്നും അത്ര ഇതാകത്തില്ല. നമ്മളൊരു കാര്യം ചെയ്തെടുക്കില്ലല്ലോ. ഒരു 5 വർഷത്തെ ഇതായിരുന്നു ഇതിലുണ്ടായിരുന്നു. ഇതെനിക്ക് കൂടുതലായിട്ടും പഠിക്കണം. ഞാൻ പണ്ട് ചെറുപ്പത്തിലോട്ട് ഞാൻ വരയ്ക്കുമായിരുന്നു. അങ്ങനെയാണ് ഗ്രാഫിക്സ് ഡിസൈനിങ്ങിലേക്ക് ആ മേഖലയിലേക്ക് വന്നു വിട്ടത്. അതിനുശേഷമാണ് എനിക്ക് ഇതിനോട് പണ്ടോട്ടൊരു താല്പര്യം തന്നെ ഉണ്ടായിരുന്നത്, വരയോട്. അങ്ങനെയാണ് ഒരുപാട് വിദേശികളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടത്. അതായത് ഈ വാക്കും ടാബ്ലറ്റിലും അവിടെയൊക്കെ പിന്നെ ഇങ്ങനെ വരകളൊക്കെ വരച്ച് വെക്കുന്നത്, ഈ ഡിജിറ്റൽ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ. അവിടെ വലിയതില്ല, മോണിറ്റർ ബാമ്പു എന്നൊക്കെ പറയുന്ന വലിയൊരു ഇതുണ്ട്, ടച്ച് പാഡ്, അതെല്ലാം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മലയാളം ഇങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ. വളരെ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരേക്കും അങ്ങനെ ചെയ്യുന്നുണ്ടോ. അതുകൊണ്ട് എനിക്കറിയാവുന്ന അറിവ് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക, അത്ര ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതെൻ്റെ ആദ്യത്തെ ഒരു പ്രസൻറ്റേഷനായിരുന്നു. എൻ്റെ പേര് ടോണി, എൻ്റെ ചാനലിൻ്റെ പേര് UG ആർട്സ്. ഇനി എന്താ പറയാനുള്ളത്? എനിക്ക് നേരെ ഇനിയും ഡ്യൂട്ടിക്ക് പോകണം. നമുക്കിനി അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. എൻ്റെ ആദ്യത്തെ ഈ പ്രസൻറ്റേഷനിൽ സംസാരത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാനത് ഓരോ വീഡിയോസിലും ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്നോളാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ആദ്യത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് തരുന്നു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, സീ യു, ബൈ.